റിയൽ സ്റ്റോറി മൂവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടന്നാലോ? വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ ഒരു ഹൈപ്പും. അപ്പൊ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അലീന ഇപ്പം കടപ്പാട്ടൂരാണ് ഉള്ളത്. അലീന ശരണ്യനെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത്. അതിന്റെ ബാലൻസ് ആണ്. അങ്ങനെ ശരണ്യനെ കണ്ട് ഷാജി ചേട്ടനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ അലീന തിരിച്ചു വീണ്ടും കടപ്പാട്ടൂരെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു പോസ്റ്റ്മാന് വരുന്നത് കണ്ടത് കേട്ടോ. കടപ്പാട്ടൂരിലേക്ക് ഒരു പോസ്റ്റ്മാൻ വരികയാണ്. അപ്പം ഒരു പോസ്റ്റ്മാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു വക്കീൽ നോട്ടീസാണ്, ബാലചന്ദ്രൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛന് ഉച്ചയ്ക്കൊക്കെ വരുമായിരിക്കും എന്ന് പറയുമ്പം, എന്നാ പിന്നെ എനിക്കിത് ബാലചന്ദ്രനെ ഏൽപ്പിക്കാനുള്ളതാ, അപ്പൊ വരുന്ന വഴിക്ക് അവിടെ ഒന്ന് കേറാൻ പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ആയിക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ അലീന. അപ്പൊ വക്കീൽ നോട്ടീസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. വൈജ ഇവിടെ ഇല്ല, വൈജ ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു, അപ്പൊ വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം ഇത് ഡിവോഴ്സിന്റെ പെറ്റീഷൻ തന്നെയാണോ എന്നൊരു ചെറിയ സംശയം അലീനയ്ക്കുണ്ട്. പക്ഷെ അലീന അത് ആ ഒരു പോസ്റ്റ്മാനോടോ അങ്ങനെ ആരോടും ചോദിക്കുന്നു പറയുന്നൊന്നുമില്ല. അങ്ങനെ അലീന നേരെ ഫോൺ വിളിച്ച് ബാലചന്ദ്രനോട് പറഞ്ഞു, പോസ്റ്റ്മാന് ഒരു ലെറ്റർ കൊണ്ടുവന്നിരുന്നു, അപ്പൊ അതൊന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി മേടിച്ചോണ്ട് വരണം, അച്ഛൻ തന്നെ അത് ഒപ്പിട്ട് മേടിക്കാനുള്ളതാണ്, അപ്പം അതുകൊണ്ട് അയാൾ തന്നിട്ട് പോയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ ശരി മോളെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോറിടാൻ വരികയാണ്, വരുന്ന വഴിക്ക് അവിടെ കയറാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വരുന്ന വഴിക്ക് അവിടെ കയറി വക്കീൽ നോട്ടീസും മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ കാറൊക്കെ ഹോൺ അടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ അലീന വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രന്റെ കയ്യിൽ ആ നോട്ടീസ് അതേപടി ഇരിപ്പുണ്ട്. അപ്പം അലീന ചോദിച്ചു, അല്ലച്ചാ എന്താ പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ടു തന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് ഒരു പേപ്പറാ മോളെ എന്ന് പറഞ്ഞപ്പോ, വെറും പേപ്പർ അല്ലല്ലോ അച്ഛാ അത്, ഈ വക്കീൽ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ഡിവോഴ്സ് നോട്ടീസ് ആണോ, ഇത് ഡിവോഴ്സിന്റെ പെറ്റീഷൻ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലായി, ഇനിയിപ്പം കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, അലീനയെല്ലാം കണ്ടുപിടിച്ചു എന്ന്. അങ്ങനെ അലീനയോട് പറഞ്ഞു, അതെ ഇത് ഡിവോഴ്സ് നോട്ടീസ് തന്നെയാണ് മോളെ, അവള് പെറ്റീഷൻ വിട്ടേക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛാ അതെങ്ങനെ അച്ഛാ ശരിയാകുന്നത്? അതെങ്ങനെ ശരിയാകാതിരിക്കാന്, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ, നീ അങ്ങ് വിലയിരുത്തിയാൽ മതിയോ? അവള് ഒരു പെറ്റീഷൻ ഇങ്ങോട്ട് അയച്ചു, ഇനിയിപ്പം ഇതിന്റെ വാദവും പ്രതിവാദവും ഒക്കെ ഉണ്ടാകും, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോ, അതൊക്കെ വേണോ അച്ഛാ? ഇപ്പം അമ്മ അങ്ങനെ ഒരു പെറ്റീഷൻ അയച്ചെങ്കിൽ അച്ഛനെ സംസാരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുതീർപ്പായി പോകുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവൾ എന്ത് പറയുന്നു അതിന് വിപരീതമായിട്ടേ മോളെ ഞാൻ പറയത്തുള്ളൂ. അവൾക്കിപ്പം എന്നെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും ചെയ്യണ്ട, എനിക്ക് പറ്റത്തില്ലെന്ന്. പക്ഷെ അവൾക്ക് ഡിവോഴ്സ് ചെയ്യണ്ട എങ്കിൽ ഞാൻ പറയും എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യും, എനിക്ക് നിന്നെ വേണ്ട എന്ന്. അവൾ എന്ത് പറയുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ നിൽക്കും. അച്ഛൻ എന്തൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത്? നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 മക്കളോ? അപ്പൊ നീയോ? അതെ, ഞാനും കൂടെ കൂട്ടി 4 മക്കളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇനി ബബിതയുടെ വിവാഹം, കൃഷ്ണമോളുടെ വിവാഹം, രോഹിത്തിന്റെ വിവാഹം, അപ്പൊ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് നിൽക്കുകയാണ്, ഡിവോഴ്സ് ആയവരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഇമേജിനെ ബാധിക്കില്ലേ? അവരുടെ ഭാവിനെ ബാധിക്കില്ലേ എന്ന് പറഞ്ഞപ്പം, ഇതൊക്കെ ഞാൻ മാത്രം ഓർത്താൽ മതിയോ? അവള് ഓർക്കണ്ടേ വൈജ? അതെ, ഈ ബാലചന്ദ്രന് ജയിക്കാൻ കിട്ടിയ അവസരമല്ലേ മോളെ ഇത്. അപ്പം ഈ ബാലചന്ദ്രമേനോൻ തോക്കുന്ന കാണാനാണോ നിനക്കിഷ്ടം? തോൽവിയും ജയവും ഒക്കെ പിന്നെ അല്ലേ അച്ഛാ, തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുക എല്ലാവർക്കും, അതിനിടയിലുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ നമുക്ക് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അലീനെ നീ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, എനിക്കറിയാം ഞാൻ ഇത്ര നാളും സഹിച്ച ജീവിതം എന്താണെന്ന്. അവൾ വരച്ച വരയിൽ നിർത്തി എന്നെ, അതുപോലെ അവൾ പറയുന്നതെല്ലാം കേട്ടൊരു പൊട്ടനെ പോലെ ഞാൻ പുറകെ തല കുലുക്കി നടന്നില്ലേ, വാലാട്ടിപ്പട്ടിയെ പോലെ നടന്നില്ലേ? എന്നിട്ടും അവൾക്ക് ഒരു ദയോ ദാക്ഷിണ്യോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എല്ലാവരും കൂടെ ഈ ബാലചന്ദ്രനെ ചതിച്ചില്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകും മോളെ. എന്റെ മനസ്സ് കല്ലാണോ എന്നിപ്പോ നീ ഓർക്കും. ഈ കല്ല് പൊട്ടിക്കാനേ ഇനി ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ മോളെ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ബബിതയുടെ കാര്യം ഓക്കെ ആണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് നീ കൊളുത്തുപുഴയ്ക്ക് പോകണം, കാരണം സ്റ്റാൻലി അവിടെ ഒറ്റയ്ക്കാണ്, വെറുതെ നിന്റെ പപ്പനെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ അച്ഛൻ അത്രയ്ക്ക് ധൃതി ആയല്ലേ? അയ്യോ, നിന്നെ പറഞ്ഞയക്കാൻ ധൃതി ആയിട്ടല്ല, അവിടെ നിന്നെ കാത്ത് നിന്റെ അച്ഛൻ നിന്റെ പപ്പ ഇരിപ്പില്ലേ? അതൊക്കെ ശരിയാ, എങ്കിലും ഞാനൊരു 2-3 ദിവസം കൂടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. കാരണം അവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അച്ഛാ. ഞാനിവിടെ നിൽക്കുന്ന എത്രമാത്രം സന്തോഷം ഉണ്ടെന്നോ. ഏതായാലും അമ്മ പോയി, ഇനിയിപ്പൊ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഡൗട്ടാ. ഞാനും കൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ മക്കളുടെ കാര്യം എന്തായി തീരും? എന്തായി തീരാനാ? ഒന്നും ആയി തീരാനില്ല. അവര് പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും ഉള്ള കഴിവും പ്രാപ്തിയൊക്കെ ആയില്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല മോളെ. മോളുടെ ജീവിതം കളയരുത്, മോളുടെ പപ്പനെ വേദനിപ്പിക്കരുത്. അദ്ദേഹം നിന്നെ സ്വീകരിച്ചതാ ഇരു കൈ നീട്ടി. ഇപ്പൊ നീ
സത്യം പറഞ്ഞാൽ അവരുടെ കണ്ണിലുണ്ണി തന്നെയാണ്. കൊട്ടാരം മറ്റത്തിൽ വീട്ടിലെ രാജകുമാരി തന്നെയാണ് നീ. അപ്പൊ അതുകൊണ്ട് ഒരു രാജകുമാരിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പണിയിപ്പിക്കാന്നങ്ങാണോ പറഞ്ഞാലേ അവിടുന്ന് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് വന്ന് എന്നെ ഇവിടെ വെടിവെച്ച് കൊല്ലുന്നു പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ സമ്മതിക്കുവോ? നീ സമ്മതിക്കത്തില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ചോറൊക്കെ എടുത്തേ, എനിക്ക് ചോറ് കഴിച്ചിട്ട് ഒന്ന് കിടന്നിട്ട് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ബബിത എന്ത് ചെയ്യുന്നു ചോദിച്ചു നമ്മുടെ ബാലചന്ദ്രൻ. അപ്പം ബബിത ഇവിടെയുണ്ട്, അവള് റൂമിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ കാര്യം എങ്ങനെയായി, അവൾ ഓക്കെ ആയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ ഓക്കെ ആയി, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ മക്കളെ ഓർത്ത് വിഷമിക്കുകയേ വേണ്ട, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളല്ലല്ലോ, അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കാനും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന നേരെ കിച്ചണിൽ പോയി ഭക്ഷണമൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വക്കീൽ ഓഫീസിൽ ചെന്ന് നമ്മുടെ വൈജ പെറ്റീഷനൊക്കെ കൊടുത്തു. നേരെ തിരിച്ച് വന്നായിരുന്നല്ലോ കൈതക്കൽ തറവാട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ പെറ്റീഷൻ കൊടുത്തു എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ശിവശങ്കര മേനോനൊക്കെ അറിഞ്ഞിട്ട് കുറെ ഉപദേശിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും എവിടെന്ന് നമ്മുടെ വൈജ അതിലൊന്നും വീഴത്തില്ല, ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. താന് ഉറച്ചൊരു തീരുമാനത്തിൽ തന്നെയാണ് എന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുകയാണ് ഈ പറഞ്ഞ നമ്മുടെ വൈജ. അപ്പൊ ഇതിനിടയിൽ മുത്തശ്ശി വൈജയോട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു, എന്റെ പൊന്നു വൈജെ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് കാര്യം അമ്മയ്ക്ക് പറയാനുള്ളത്? നീ ഈ 23 വർഷം മുമ്പ് കാട്ടിക്കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്, അതെങ്കിലും ദയവ് ചെയ്ത് നീ ഓർത്തിട്ട് നീ ബാലചന്ദ്രനെ വെറുതെ കുറ്റപ്പെടുത്തി ബാലചന്ദ്രനെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഒന്നും എടുക്കരുത്. ഈ പറയുന്ന ആങ്ങളമാരെന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. വയസ്സാങ്കാലത്ത് നീ എന്ത് ചെയ്യും? നീ പറ. നിന്റെ മക്കള് നിന്റെ കൂടെ ഉണ്ടോ? ഇപ്പം ഞാനിവിടെ ഈ വീട്ടില് താമസിക്കുന്നുണ്ടെങ്കിൽ, ഈ വയസ്സാങ്കാലത്ത് ഈ തള്ളക്ക് ഈ കിളവിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്റെ കൂടെ ഉള്ളത് കൊണ്ടാ. ഇല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങളിലോ ആശ്രമങ്ങളിലോ ഒക്കെ പോയി എന്റെ ജീവിതം അവിടെ കൊണ്ട് തീർന്നേനെ. അങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതാണോ മോളെ ജീവിതം? അല്ലല്ലോ. നിന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടതാ, നാലാൾ അറിയേ. അതുകൊണ്ട് പറയുകയാണ്, ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ കിളവിയെ നീ വിഷമിപ്പിക്കരുത്. നീ ഡിവോഴ്സ് നോട്ടീസ് അത് ക്യാൻസൽ ചെയ്യണം മോളെ. ഞാൻ കാല് പിടിച്ച് പറയാണ്, എന്റെ അവസാനത്തെ ആഗ്രഹമാണെന്നെങ്കിലും നീ ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, അമ്മയും തീരുമാനം എടുക്കണ്ട, എന്റെ ആങ്ങളമാരും തീരുമാനം എടുക്കണ്ട, എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം. ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, എനിക്ക് എത്ര വയസ്സായെന്നും ഞാന് പറക്കമുറ്റാതെ ആങ്ങളമാരെയും അമ്മയെയും ചുറ്റിപ്പറ്റി കഴിവില്ലാതെ നടക്കുന്ന ഒരുത്തിയല്ല. എനിക്ക് ശമ്പളമുണ്ട്, ഞാൻ മാസാമാസം ശമ്പളം എണ്ണി എണ്ണി മേടിക്കുന്നുണ്ട്, 5 ശമ്പളം. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും കീഴിൽ നിന്ന് എനിക്ക് ആരുടെയും ആട്ടും തുപ്പും കേട്ടും ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തു തെറ്റ് ചെയ്തോട്ടെ, ഞാൻ ഈ 23 വർഷം മുമ്പ് ചെയ്ത തെറ്റ് അത് അമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞോ നിങ്ങളോട് എന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട്? ഞാൻ പറഞ്ഞോ ബാലചന്ദ്രനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന്? ആങ്ങളമാരും അച്ഛന്മാരും നിന്ന് ഒറ്റക്കാലെ തപസ് ചെയ്ത് എന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്തോരം പാടുപെട്ടിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. അപ്പൊ പിന്നെ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിർത്താണ്. ഇനി ഇതിനെക്കുറിച്ച് എന്നോട് ആരും സംസാരിക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് എടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പം വൈജ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഒരു വീട് മേടിച്ചിട്ട് ഇവിടെ നിന്ന് മാറി ഞാൻ താമസിക്കും. പതുക്കെ എന്റെ മക്കളെ എന്നിൽ അടുപ്പിക്കാൻ എനിക്ക് അറിയാമേ. മക്കൾ എന്റെ അടുത്ത് തന്നെ വരും. ഞാൻ പ്രസവിച്ചതാണോ എന്റെ 3 മക്കള്? ആ 3 മക്കളും എന്റെ അടുത്തേക്ക് തന്നെ വരുന്ന വഴി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഒരിക്കലും ബാലചന്ദ്രൻ ഈ വൈജയോട് കളിച്ചാലേ അവസാനിക്കില്ല ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോടും വൈരാഗ്യത്തോടും കൂടിയൊക്കെ അകത്തേക്ക് കയറി പോയി കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലീന ഒന്നും കൂടി എന്നാ സോപ്പിടാൻ നമ്മുടെ ബാലചന്ദ്രനെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അച്ഛ അത് പിന്നെ അച്ഛ, ഞാൻ പറഞ്ഞ കാര്യം അച്ഛൻ ഒന്ന് അംഗീകരിച്ച് താ അച്ഛ വേണ്ട അച്ഛ, എന്തിനാ വെറുതെ എല്ലാവരുടെയും പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി നാണക്കേട് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ മക്കളുടെ ഭാവി എങ്കിലും ഒന്ന് ഓർക്കണ്ടേ? അവര് കോടതി മുറിയിൽ കിടന്ന് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അവര് കേൾക്കുന്ന ആ ഒരു ചെവി ചിലപ്പം അത്രയ്ക്ക് നല്ലതാകണമെന്നില്ല. തന്റെ അമ്മയെക്കുറിച്ച് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ എന്തായിരിക്കും? അതുകൊണ്ടൊക്കെ പറയുന്നത് വേണ്ട, ഒത്തിരി വാദത്തിനും പ്രതിവാദത്തിനും ഒന്നും പോകണ്ട അച്ഛ, നമുക്കിത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം അച്ഛ. വേണ്ട അച്ഛ, ഞാൻ കാല് പിടിച്ച് പറയാ അച്ഛ. ഈ അലീനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനെ, ഇവിടെ ആരും നാണം കെടാൻ പോകുന്നില്ല അലീനെ. ഇവിടെ നാണം കെടാൻ പോകുന്നുണ്ടെങ്കിൽ വൈജി ആയിരിക്കും. കോടതിയില് പ്രതിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദങ്ങൾ നടക്കും. അതിനിടയിൽ എന്റെ വക്കീല് ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ തന്നെ എന്റെ വക്കീല്, ഒരു വക്കീലിനെ ഞാൻ വെക്കില്ല. അതുപോലെ വൈജയുടെ വക്കീല് എണ്ണി ഓരോന്ന് എന്നോട് ചോദിക്കും, ആരാണ് ഈ അലീനയെ എന്തിനാണ് തന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ താൻ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അലീന എനിക്ക് മകളെ പോലെയാണെന്ന്. അപ്പൊ അയാൾ പറയും മകളെ പോലെയല്ലേ, മകളെ പോലെ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് താമസിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അത് വേറെ ഉദ്ദേശം ആയിരുന്നെങ്കിലോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അതിന് പല ഉദ്ദേശമുണ്ട്, അതിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല,
എന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനാ ഞാൻ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവളോട് ഞാൻ സ്നേഹവും കൂറും കാണിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്നോട് സ്നേഹവും കൂറും ഉള്ളത് കൊണ്ടാ. മാത്രമല്ല, അവൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പല ചോദ്യങ്ങളും അതിനൊക്കെ ഒരു പ്രസക്തി ഇല്ലാതായി പോകുന്നു. അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ജഡ്ജി ചോദിക്കും, അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എങ്കിൽ പറ, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ നിരത്താനുണ്ടോ എങ്കിൽ ആ തെളിവുകൾ നിരത്താൻ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും, എനിക്ക് നിരത്താനുള്ള തെളിവ് വേറെ ഒന്നുമല്ല, 23 വർഷം മുമ്പ് ആഗ്രയിൽ ജീവിച്ച വൈജയുടെ കഥ തന്നെയാണ്. അന്ന് അവൾ അവിടെ ജീവിച്ചപ്പം അവൾക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു, സ്റ്റാൻലി ജോസഫ്. കാമുകനും കാമുകിയും കൂടി ജീവിച്ച് അവര് തുടങ്ങിയ സമയത്ത് തന്നെ അവൾ പ്രഗ്നന്റ് ആയെന്നും അവളിൽ ഒരു കൊച്ചു ജനിച്ചെന്നും ആ കൊച്ചു സ്നേഹനികേതനിൽ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലാണ് വളർന്നതെന്നും ആ കുട്ടിയാണ് ഇപ്പോൾ 10-23 വയസ്സായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്നും ഞാൻ വിളിച്ചു പറയും. അപ്പൊ അവിടെ വെട്ടിത്തിളയ്ക്കാൻ പോകുന്നതും വേർക്കാൻ പോകുന്നതും വേറെ ആരുമല്ല, എന്റെ മക്കളല്ല, ഞാനല്ല, വേറെ ആരുമല്ല, കൈതക്കൽ കുടുംബവും കൈതക്കൽ കുടുംബത്തിലെ ഏക സന്തതിയായ ഏക മകളായ ഏക പെൺ സന്തതിയായ വൈജയുമായിരിക്കും. അതെനിക്ക് കൺകുളിർത്തി ഒന്ന് കാണണം മോളെ. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ കാത്തിരിക്കുന്നത്. അത് നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ ആത്മസംതൃപ്തി അതെനിക്ക് അറിയണം. ആ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇനി മോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഇപ്പൊ പറഞ്ഞതുപോലെയല്ല. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ അലീനെ നമ്മൾ രണ്ടും അങ്ങോട്ട് ഇടയേണ്ട വരുന്നു പറഞ്ഞു. അപ്പം അലീനയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറയാനുള്ളത് അച്ഛനോട് പറഞ്ഞു. ഇനി അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഇനി അച്ഛനെ നിർബന്ധിക്കുന്നില്ല. അച്ഛന്റെ ഇഷ്ടമുള്ള രീതിയിൽ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ കൂടിപ്പോയ 2-3 ദിവസം ഇവിടെ കാണും, ഞാൻ അങ്ങ് പോകും. പിന്നെ എനിക്ക് അറിയണ്ടല്ലോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന്. അപ്പൊ നിനക്ക് ഇവിടെ നടക്കേണ്ട ഒരു കാര്യം അറിയണ്ടേ മോളെ? അല്ല, അച്ഛനെ എത്ര പറഞ്ഞു മാറ്റാനും എന്നെ കൊണ്ട് പറ്റണില്ല. പിന്നെ ഞാനും അച്ഛനും തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നത്? കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവർ പറയുന്നത് കേൾക്കണ്ടേ? അലീന, ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് മാത്രം നീ എന്നോട് സംസാരിക്കരുത്. വേറെ ആരെക്കാൾ കൂടുതലും നിനക്കറിയാം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന്. അതൊക്കെ അറിയാം അച്ഛാ, എനിക്കെല്ലാം അറിയാം. അപ്പൊ നിനക്കെല്ലാം അറിയാം. അപ്പൊ നീ എന്താ എന്നെ കുരങ്ങ് കളിപ്പിക്കാണോ, പട്ട് കളിപ്പിക്കാണോ, നിന്റെ അമ്മ കളിപ്പിച്ചതുപോലെ? എനിക്കറിയാം, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരേ രക്തമാണല്ലോ. ആ രക്തമാണല്ലോ ഈ രക്തം. അപ്പം അമ്മേനെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മേനെ നാണം കെടുത്തി കഴിഞ്ഞാലും നിനക്ക് കേൾക്കുള്ളൂ. ഷോ, അത് ഉദ്ദേശിച്ചൊന്നും അല്ല ഞാൻ അച്ഛാ പറഞ്ഞത്. ഏതായാലും മതി നിർത്ത്. നീ സ്റ്റാൻലിനെ വിളിക്കാറുണ്ടോ? പപ്പേനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവിടെ വല്യപ്പച്ചൻ കിടന്ന് ചാടുവാന്നാ പറഞ്ഞത്. ഓ, അതാ ഞാൻ നിന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാന്. വല്യപ്പച്ചനെ ഞാൻ ചെന്ന് അടക്കി നിർത്താന്നുള്ളതേ ഉള്ളൂ. വല്യപ്പച്ചനെ 2 സോപ്പിട്ട് വീരിക്കി കഴിഞ്ഞിട്ടുണ്ട്. വല്യപ്പച്ചൻ വീഴും എന്റെ വലയിൽ എന്ന് പറയുമ്പോ, നിന്റെ വലയിൽ ആരാടി വീഴാത്തത്? ഈ ബാലചന്ദ്രൻ എന്റെ വലയിൽ വീണില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ഈ ബാലചന്ദ്രൻ അംഗീകരിച്ചില്ലല്ലോ. ഓ, വീണ്ടും നീ അതെടുത്തിടാണല്ലേ? എനിക്ക് സമയമില്ലാട്ടോ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും ഇറങ്ങി കടയിലേക്ക് പോവുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കുളത്തുപുഴയാണ്. കുളത്തുപുഴയിൽ അലീനയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ ഔതക്കുട്ടി. കാരണം തന്റെ മകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന്റെ ദേഷ്യത്തിലും പരിഭ്രമത്തിലും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഷിറിനും അതുപോലെ തന്നെ എന്താ പറയാ ടോണിയും ഒക്കെ ആയിട്ട് ഒന്നിച്ചേ ആ ഒരു വിശേഷം ഞാൻ കൂടുതൽ ഇതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനിടയ്ക്ക് ഉണ്ടായ സംഭവമാണ്. നമ്മുടെ ടോണിയും അതുപോലെ തന്നെ നമ്മുടെ ഷെറിനും അവരൊരുമിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ മകളായിട്ട് തന്നെ നമ്മുടെ ചിന്നിമോൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ചിന്നിമോളെ കൊണ്ടുവന്നു. ചിന്നിമോള് ഗ്രേസിയുടെയും മാമച്ചന്റെയും കൂടെ താമസിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഷെറിന്റെ കൂടെ പോകും. അപ്പൊ ഷെറിൻ അത്യാവശ്യം ഹാപ്പി ഒക്കെ ആയിട്ട് പോകുന്നു. ഷെറിന് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കുട്ടീനെ കാണാം. നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചന്റെയും കൂടെയാണ് ചിന്നിമോളുള്ളത്. അവിടെ രേവതിയും ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് ഫില്ലായിരുന്നു കേട്ടോ. അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറിയായിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നൈസായിട്ട് മാറ്റിയെടുത്തത് അലീനയാണ്. ഷെറിന് ഇപ്പൊ വേറെ പ്രശ്നമോ അങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്ത അലീനയെ ഔതക്കുട്ടി വെറുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ഔതക്കുട്ടിക്ക് ഇപ്പോഴും നമ്മുടെ അലീനയോട് സ്നേഹമാണ്. അപ്പൊ അലീന വരാത്തതിന്റെ ഭയങ്കര കലിപ്പ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി സ്റ്റാൻലിയോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുവാണെന്ന് പറയുമ്പോഴത്തേക്കും, അല്ല എങ്ങോട്ട് പോവുക? ഞാൻ പുനലൂരിലേക്ക് പോവുക, ഇവിടെ നിന്നിട്ട് ഒരു രസമില്ല. ഓ, ചിന്നമ്മ ഇല്ലാഞ്ഞിട്ടായിരിക്കും ഇവിടെ നിന്നിട്ട് രസമില്ലാത്തത്. അതേടാ, ചിന്നമ്മ ഇല്ലായിട്ട് തന്നെയാ. അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നെന്ന് അറിയാമോ? ഈ കിളവനാണെങ്കിലും അവളുടെ ഓരോ വർത്താനം കേട്ടിട്ട് നേരം പോകുന്നത് അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്കാണെങ്കിൽ ഈ പട്ടികളെ കണ്ടു മടുത്തു. എന്റെ പട്ടികളെ പറഞ്ഞോണ്ടല്ലോ, നിന്റെ പട്ടീനെല്ലാം പിന്നെ ഞാൻ വേറെ ആരെയാ പറയേണ്ടത്? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോടാ അനക്കത്തിന്? കുറെ പട്ടിയും കൊരയും മാത്രം. എന്റെ കൊച്ചിങ് വന്നായിരുന്നെങ്കിൽ ഞാനേ അവളെ വിളിക്കാൻ പോവാ. നീ ആ ഫോണിൽ തന്നെ. എന്റെ ഫോണിൽ നിന്ന് വിളിക്കത്തുള്ളൂ. അല്ല, ഈ പറയുന്ന വല്യപ്പച്ചനാണല്ലോ, പൊന്നാര വല്യപ്പച്ചനെ ഒന്ന് മോള് വിളിച്ചോ? അത് പിന്നെ അവൾക്ക് അവിടെ തിരക്കല്ലായിരിക്കോ? അല്ലെങ്കിൽ നീ എന്തിനാടാ അവിടെയും ഇവിടെയൊക്കെ അവളെ പറഞ്ഞു വിട്ടത്? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൾ ഈ കുടുംബത്തിലെ പെങ്കൊച്ചല്ലേ. അപ്പൊ പിന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ട എന്താ ആവശ്യമുള്ളത്? അവൾ ഈ കുടുംബത്തിലെ പെങ്കൊച്ചു മാത്രമല്ലല്ലോ, അവൾക്ക് ഒരച്ഛൻ മാത്രമല്ലല്ലോ ഉള്ളത്. അച്ഛൻ മാത്രമായിട്ട് ജനിക്കുന്ന മക്കളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൾക്ക് ഒരച്ഛനും ഒരമ്മയും ഉണ്ട്.
അവളുടെ അമ്മയുടെ മക്കളാണ് ഈ പറയുന്ന ബബിതയും കൃഷ്ണയും രോഹിത്തും ഒക്കെ. അതിലൊരു കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നു, അതിന് ഒരു അസുഖം വന്നു. അപ്പം സഹോദരങ്ങളല്ലാതെ ആരാച്ചാ പോയി നിൽക്കേണ്ടത്? ആരാ അപ്പച്ചാ പോയി നിൽക്കേണ്ടത്? ഞാനും ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞപ്പം അലീന പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആ കുട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല, ഈ പറയുന്ന ബാലചന്ദ്രനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ അലീന, ബാലചന്ദ്രന്റെ 3 മക്കളുടെ സഹോദരിയല്ലേ? അപ്പൊ നമുക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരാളാണോ? അല്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പന്റെ വീട്ടുകാർക്കാ കൂടുതലും ഒരു അവകാശം ഉള്ളത്. അപ്പന്റെ വീട്ടുകാർക്കാണേലും അമ്മയുടെ വീട്ടുകാർക്കാണേലും അവകാശം എല്ലാവർക്കും തുല്യം തന്നെയാണെന്നേ. പിന്നെ അലീന അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നല്ലത് കാണും, അല്ലാതെ ഒന്നും അവള് പോയി അവിടെ നിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അപ്പച്ചൻ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കെ. അവൾ ഇങ്ങോട്ടേക്ക് വരും, 1 2 3 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. 1 2 3 ദിവസമോ? ഞാനവളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ നമ്മുടെ അലീനയുടെ നമ്പറൊക്കെ മേടിച്ച് നേരെ ഫോണൊക്കെ എടുത്ത് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി വിളിക്കുകയാണ്. വിളിച്ചു. അലീന ഫോൺ എടുത്തിട്ട് ചോദിച്ചു, എന്താ വല്യപ്പച്ച എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്താണെന്നോ, നീ എത്ര ദിവസമായിട്ട് പെങ്കൊച്ചി ഇവിടുന്ന് പോയിട്ട്? ഇവിടെ എന്താ ആരും ഇല്ലേ? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ നീ ഓർത്തിരിക്കുന്നത്? മര്യാദയ്ക്ക് നാളെ എന്നൊരു ദിവസം കൊണ്ട് ഇവിടെ വന്നോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ വല്യപ്പച്ചൻ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചൂടാവുന്നത്? വല്യപ്പച്ച, ഞാൻ ഇവിടെ വന്നതേ എന്തിനാണെന്ന് വല്യപ്പച്ചൻ അറിയാമോ? എനിക്കറിയാം എന്തിനാണ് ഏതിനാണെന്നൊക്കെ. കൂടുതൽ ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേടി പറഞ്ഞത്? നിനക്കെന്താ പറഞ്ഞ അനുസരണയില്ലേടി എന്ന് ചോദിച്ചപ്പം വല്യപ്പച്ച, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അറിയാമോ, ഇവിടെ എന്റെ അനിയത്തിക്ക് തീരെ വയ്യ. അവള് വയ്യാതെ അവശത നിലയിലാണ് ഉള്ളത്. അവളെ നോക്കാനും ആരുമില്ല. അതെന്താ, അവിടെ വേറെ ആരുമില്ല അവളെ നോക്കാനായിട്ട്? ഓരോ കള്ളം പറഞ്ഞ് നീ അവിടെ നിൽക്കുകയാണല്ലേ? അതൊന്നും അല്ലെന്നേ. എനിക്കറിയാം നീ കള്ളം പറഞ്ഞ് അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന്. അവിടെയല്ലേ നിന്റെ മനുവേട്ടനുള്ളത്. ഓഹോ, അത്രയ്ക്കൊക്കെ ചിന്തിച്ചോ എന്റെ വല്യപ്പച്ചൻ? അതൊക്കെ ഞാൻ ചിന്തിച്ചു. അതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ നോക്കിക്കോ. അതൊക്കെ നടത്തണമെങ്കിൽ ഞാൻ വേണം. നിന്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ആരാ ഉള്ളത്? ഈ വല്യപ്പച്ചനല്ലേ ഉള്ളൂ. എന്നിട്ടാണ് നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങോട്ട് പോയേക്കുന്നത്. അല്ല, വല്യപ്പച്ചനൊരു കാര്യം ചെയ്യ്. അങ്ങനെയാണെങ്കിലേ ഇങ്ങോട്ടേക്ക് പോരെ, നമുക്ക് ഇവിടെ 2 ദിവസം നിൽക്കാം. ഞാൻ അവിടെ വന്ന് 2 ദിവസം നിൽക്കാനോ? നീ ആരോടാ ഈ സംസാരിക്കുന്നത്? ഞാൻ എന്റെ വല്യപ്പച്ചനോടാ സംസാരിക്കുന്നത്. അതെന്താ, വല്യപ്പച്ചന് കൊട്ടാരമറ്റത്തില് പുനലൂരും കൊളുത്തുപുഴയിലും മാത്രമേ നിൽക്കത്തുള്ളൂ, വേറെ എവിടെ നിൽക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സത്യം പറയാലോ അലീനെ, നീ ഇവിടെ ഇല്ലാഞ്ഞിട്ടുണ്ടല്ലോ ആകെ മൊത്തം തകിടം മറിഞ്ഞു കിടക്കുകയാണെന്നേ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് സത്യം പറഞ്ഞാല് അങ്ങ് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് അറിയാം നിനക്ക് കാര്യങ്ങളൊക്കെ. എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാണേ. ഓഫീസിലെ കാര്യങ്ങളും റബ്ബർ എസ്റ്റേറ്റിലെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും ആകെ മൊത്തം അറിയാലോ നിനക്ക്. നമ്മൾ എത്ര വിശ്വസിച്ച് ഏൽപ്പിച്ചാലും ജോലിക്കാര് തന്നെയല്ലേ എന്നും. അങ്ങനെ ജോലിക്കാരെ കുറ്റമൊന്നും പറയണ്ട. മുതലാളിമാര് നോക്കാതെ വന്നാൽ ജോലിക്കാരങ്ങനെ പലതും ചെയ്യും. മുതലാളിമാര് ശ്രദ്ധിച്ചു നോക്കിയിരിക്കണം. അപ്പൊ പിന്നെ ജോലിക്കാരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങ് പോകുമല്ലേ, അപ്പനും മോനും കൂടെ കള്ളു കുടിക്കാനായിട്ടും കൂത്താടാനായിട്ടും. ചിന്നമ്മേ, നീ എന്നെ മര്യാദ പഠിപ്പിക്കുകയാണോ? ഞാനല്ലാതെ വേറെ ആരാ മര്യാദ പഠിപ്പിക്കാനുള്ളത്? അതുകൊണ്ട് മര്യാദ പഠിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. അതുവരെ ഒരു കാര്യം ചെയ്യാം, വല്യപ്പച്ചന് ഞാൻ ഒരു പണി തരാം. ആ റബ്ബർ എസ്റ്റേറ്റിൽ ചെന്നിട്ട് അവിടെയുള്ള കണക്കും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം. ഞാൻ അവിടെ വരുമ്പോൾ കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അലീനയുടെ കാര്യം അറിയാലോ, സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ നീ എനിക്കിട്ട് പണി തന്നല്ലേ? പണിയൊന്നുമല്ല. ഇതെന്താ അവിടെ ചുമ്മാ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരു കാര്യം ചെയ്യ. ആ കാര്യമെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കിക്കേ. ഞാൻ വന്നിട്ട് ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അവിടെ വരുമ്പോ വല്ല കണക്കും പഴിച്ചാലുണ്ടല്ലോ പിന്നെ ഈ അലീനെ ആരാന്നറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം, ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണല്ലോ കുഴപ്പമായി പോയത്. വിളിക്കാതിരിക്കുവായിരുന്നെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ഇങ്ങോട്ട് വിളിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഏതായാലും കണക്കും കാര്യങ്ങളും കറക്റ്റ് ചെയ്തു വെച്ചോണം. ഞാൻ ഉടനെ അവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അലീന. എന്നിട്ട് അലീന ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ്. അപ്പം ബബിത ഇതൊക്കെ കേട്ടോണ്ട് അടുത്തിരിപ്പുണ്ടായിരുന്നു. ബബിത പറഞ്ഞു, അലീന ചേച്ചിക്ക് അവിടെ സുഖമാണല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് സുഖാടി അവിടെ. അല്ല അലീന ചേച്ചി ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സത്യം പറയാലോ, ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു മരവിപ്പായിരുന്നു മനസ്സ് നിറയെ. പക്ഷെ പതിയെ അവിടെ ഉള്ളവരും സ്നേഹമുള്ളവരൊക്കെ തന്നെയാ. നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് നമുക്ക് തിരിച്ചു കിട്ടും ബബിതെ. ആ ഒരു ഇത് തന്നെയാണ് ഇപ്പൊ എനിക്കും അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു കിടന്ന രാത്രികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിലേറെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ കാണാം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ കാണുന്നവർ പകുതിയിൽ പേർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. പിന്നെ ലൈക്കും ഹൈപ്പിന്റെ ഒന്നും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ എല്ലാവരും ഓരോ ലൈക്കും ഓരോ ഹൈപ്പൊക്കെ തന്നിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.